ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ അടിപൊളി ഫോണുകളാണ്. നല്ല കിഡിലെ ക്യാമറ എല്ലാ ഫോണിലും. പുതിയ റീസെന്റ് ആയിട്ട് വരുന്ന എല്ലാ ഫോണിലും നല്ല ക്യാമറയാണ്. അതിപ്പോ ലോ ബഡ്ജറ്റ് ഫോണായാലും ഫ്ലാഗ്ഷിപ്പ് ഫോണായാലും ഏത് ഫോണായാലും ക്യാമറ സൂപ്പറാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ എത്ര കിടിലൻ ക്യാമറയിൽ എത്ര ക്ലിയർ ആയിട്ടുള്ള നല്ല ഫോട്ടോ എടുത്താലും നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല, ഒരു മനസ്സിന് പിടിക്കില്ല. ഒന്ന് എഡിറ്റ് ചെയ്തൊന്ന് മൊഞ്ചാക്കിയില്ലെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്ര പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന ഫോട്ടോ ഒന്നല്ലല്ലോ. അപ്പൊ അതിൽ പല മിസ്റ്റേക്കുകളും വരും. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പല ആപ്ലിക്കേഷനും നമ്മൾ പരീക്ഷിക്കലുണ്ട്. ചിലത് നല്ലതായിരിക്കും, ചിലത് വേസ്റ്റ് ആയിരിക്കും. എന്നാൽ വലിയ തെറ്റില്ലാത്ത ഒരുപാട് ഫീച്ചറുകളിലെ നല്ലൊരു ഫോട്ടോ എഡിറ്ററാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതിന്റെ പേരും അത് തന്നെയാണ്, ഫോട്ടോ എഡിറ്റർ. ഈ ഫോട്ടോ എഡിറ്ററിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അറിയുന്നത്, നമുക്ക് വയസ്സായ എങ്ങനെ ഉണ്ടാവുമെന്നും ഒരു ഫോട്ടോ വെച്ചിട്ട്, നമ്മളൊരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോത്തിൽ ഉള്ള നമുക്ക് വയസ്സായാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ എന്തൊക്കെ ഫീച്ചറുകളുള്ളത്, എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം, ഇതൊന്ന് നോക്കുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഫോട്ടോ എഡിറ്റർ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇതിന് ഗാലറി പെർമിഷൻ കൊടുക്കണം കേട്ടോ. അത് കൊടുത്തേക്കെ. ഗാലറി പെർമിഷൻ കൊടുത്തിക്കില്ല നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ ആകുകയില്ല, എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാനോ ആകുകയില്ല. എന്നെ കൊണ്ടാകും കൊടുത്തേക്ക് പാവം. പിന്നെ ഇതിലുള്ള ഫീച്ചറുകൾ മേലെ ഫോട്ടോ എഡിറ്റർ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, കൊളേജ് മേക്കർ, ബോഡി എഡിറ്റർ, മേക്കപ്പ്, എനിമിഐസ്, മേക്ക് മീ ഓൾഡ്. ഇതെല്ലാം ഒന്നും കാണിച്ചു തരുന്നില്ല, ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഓരോന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. എന്താ വെച്ചാൽ എല്ലാം കൂടി കാണിക്കണേ ഒരുപാട് സമയമായിരിക്കുകയല്ലേ. അപ്പം വലിയൊരു വീഡിയോ ആകുകയല്ലേ. പറയാൻ നിനക്കും ബോറടിക്കും, കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും. ഇപ്പം ഫോട്ടോ എഡിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഏതാ ഒരു ഫോട്ടോ, ഇതിലധികം ഫോട്ടോ ഇല്ലാന്ന്. ഒരു ഫോട്ടോ ഏതാ കാണുന്ന, എൻ്റെ ഒരു ഫോട്ടോ, അതും എടുക്കാം. അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത്, പിന്നെ ഇതിലുള്ള ടൂള് എന്നുള്ള എന്തൊക്കെയാ, നമുക്കിത് ക്രോപ്പ് ചെയ്യാം. ആവശ്യത്തിന് ഏതൊക്കെ ഭാഗം വേണമെന്ന് വെച്ചാൽ അത് ക്രോപ്പ് ചെയ്ത് എടുക്കാം. ക്രോപ്പ് ചെയ്യുന്നൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിലേക്ക് ഇത് മാറ്റാം. ഒരുപാട് റേഷ്യോ ഉണ്ട്. ഏതിലേക്കുള്ള പോസ്റ്റാണോ അതിനനുസരിച്ചുള്ള റേഷ്യോയിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ബ്യൂട്ടി, ഫിൽറ്റർ, ഓവർലേ വെച്ചാൽ നമുക്ക് ഇതിലൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്രഷ് ഉണ്ട്, ബ്ലറാക്കേണ്ട ഭാഗം ബ്ലറാക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്, കുറേ ടൂളുകളുണ്ട്. ഇഷ്ടമുള്ള ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് സേവ് കൊടുത്താൽ നമ്മളെ ഗാലറി സേവ് ആവും. അതടക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതിനാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. ഈ കൊളേജ് മേക്കർ നല്ല രസമാട്ടോ, അതൊന്ന് ഉപയോഗിച്ച് വെക്കാം. നമ്മൾ കൊളേജ് മേക്കർ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാൻ, എന്തെങ്കിലും ഫോട്ടോ ആയിക്കോട്ടെ. ഒരു 4 ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് ഇവിടെ കൊളേജ് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ വന്ന് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ലേ ഔട്ട് കൊടുക്കുക. ഏത് ലേ ഔട്ട് വേണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം ഈ ബോർഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആ വെള്ള ബോർഡറില്ലേ ആ ഭാഗം ആവശ്യത്തിന് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇടക്കൊക്കെ നമുക്ക് ട്രോളുകളെല്ലാം എഴുതി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റുകൾ ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. ടെസ്റ്റ് എഴുതാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഏത് വേണം, ഏതാ സ്റ്റിക്കർ, ടെസ്റ്റ് ഒക്കെ കൊടുക്കാം. അതുപോലെ നമുക്ക് ഓരോ ക്ലിപ്പും ഏത് ഭാഗത്തേക്കാണ് വേണ്ടി വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടോ. അത് നല്ലൊരു സംഭവമാണ് ഈ എഡിറ്ററിലുള്ള, അതും അടക്കട്ടെ. ഇനി നമുക്ക് മേക്ക് മീ ഓൾഡും കൂടി നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് സംഭവം. ആരെ ഫോട്ടോ ഒന്ന് ഓൾഡ് ആക്കുക, ഫോട്ടോ ഒന്നും ഇല്ല. ഇതേതാ ഫോട്ടോ, എൻ്റെ ഫോട്ടോ. ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്താൽ കണ്ണിൻ്റെ ചുണ്ടിൻ്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ഇത് താടിയെല്ലാം ഒന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. കണ്ടോ, ഞാൻ വയസ്സായിട്ട് നോക്ക് ചൊക്കി ചൊളിഞ്ഞെല്ലാം കൂടി ഒരു നാശകോശമായി. എന്താ ചെയ്യുക, എങ്ങനെ ഉണ്ടാവും ഞാൻ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ എന്നാണ് തോന്നുന്നത്. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ അത് സേവ് ആയിക്കോളും. അടിപൊളി. ഇതൊന്നും സേവ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ ഓപ്ഷനും ഉപയോഗിക്കാം. നിങ്ങളെ ഫോട്ടോ ആവശ്യത്തിനനുസരിച്ച് മാറ്റുകയും മറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പൊ അങ്ങനെയുണ്ട്, ഈ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടിക്കിന്റെ ചങ്ങായിമാർക്കൊന്ന് തട്ടിക്കൊടുക്കുന്നത് മറക്കണ്ട. വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.